ഹായ് ഹലോ. അപ്പം നമ്മളിന്ന് ഉള്ളി കൊണ്ടൊരു ഉപ്പേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ ഈ ഭാഗത്തൊക്കെ പാലക്കാട് സൈഡ് ഉപ്പേരി എന്നാട്ടോ പറയുക എല്ലാത്തിനെയും. പയറുപ്പേരിയാണെങ്കിൽ പയറുപ്പേരി, അങ്ങനെ കോവയ്ക്കുപ്പേരി, അങ്ങനെ ഉപ്പേരിയാണ് പറയുക. അപ്പോൾ ഞാൻ ഉള്ളി വെച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കുകയാണ്. നമുക്ക് അധിക സാധനമൊന്നും വേണ്ട, സവോള മാത്രം മതി. സവോളയും തേങ്ങയും മാത്രം മതി നമുക്ക് അപ്പോൾ ഞാനൊരു 5 സവോള എടുത്തിട്ടുണ്ട്. 5 സവോള അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ നമുക്കിത് ഒരു സവോള വെച്ച് മാത്രം നമുക്ക് മതി, സവോള മാത്രം മതി നമുക്ക്. അധികം സാധനങ്ങളൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എപ്പോഴും വീട്ടിൽ നമ്മൾ സവോള എപ്പോഴും ഉണ്ടാവുന്നതല്ലേ, അപ്പോൾ നമുക്ക് എപ്പോഴും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്കിത് ഉണ്ടാക്കി നല്ല ടേസ്റ്റിയാണ്. നമുക്ക് ഈ നമ്മൾ മുട്ടയൊക്കെ കുത്തിപ്പൊരിക്കില്ലേ, അതുപോലെ നമുക്ക് മുട്ട കഴിക്കുന്ന ഒരു ടേസ്റ്റ് പോലെ നമുക്ക് തോന്നും. അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ച് കടുക് ഇട്ടിട്ടുണ്ട്, പിന്നെ 2-3 വറ്റൽമുളകും കൂടി ഇട്ടു. അപ്പോൾ വറ്റൽമുളകൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സവോള അതിലോട്ട് ഇടുകയാണ്. നമുക്ക് എത്രയാണോ സവോള വേണ്ട അത്ര എടുക്കുക. ഞാനൊരു 5 എടുത്തിട്ടുള്ളൂ. നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഈ ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഇളക്കിയെടുത്തു. നമുക്ക് പച്ചമുളക് വേണമെങ്കിൽ നമുക്ക് 2-3 പച്ചമുളക് ഇതിൻ്റെ കൂടെ ഇടാം. ഞാൻ പച്ചമുളക് ഇട്ടിട്ടില്ല. ഞാൻ മുളക് പൊടി വേണ്ടിയിട്ടാണ്, അത് കാരണം കൊണ്ട് പച്ചമുളക് ഇട്ടില്ല, പച്ചമുളക് മാത്രം ഇട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒരുവിധം ഉള്ളി മൂത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലൂടെ കുറച്ച് ഉപ്പിടാം. നമുക്ക് ആദ്യം ഉപ്പിടാം. ഞാനിപ്പോഴും കുറച്ച് നേരിട്ടൊന്ന് മൂപ്പിച്ചിട്ടാണ് ഞാൻ ഉപ്പിട്ടത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇടാം, നമ്മുടെ എരിവനുസരിച്ച്. നമ്മൾ ബാക്കിയൊന്നും ഇതിനകത്ത് ചേർത്തുന്നില്ല. നമുക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഉപ്പേരിയാണ്. നമ്മൾ ഒത്തിരി വേവിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഒരുവിധം ആയി കിട്ടിയാൽ മതി. പിന്നെ നമുക്ക് അതിലോട്ട് തേങ്ങ ഇടാം. അപ്പോൾ ഏട്ടനൊരു മാങ്ങ കിട്ടി പഴുത്തത്, അപ്പോൾ അത് മുറിച്ച് തരികയാണ്. അപ്പോൾ നമുക്ക് ഈ തേങ്ങ ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇപ്പം തന്നെ നമുക്ക് അത്യാവശ്യം ആയിട്ടുണ്ട്. തേങ്ങയൊക്കെ ഇട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുത്ത് ഒരു 5 മിനിറ്റൊക്കെ വേവിച്ചാൽ നമുക്ക് നമ്മുടെ ഉള്ളി ഉപ്പേരി റെഡിയായി. അപ്പോൾ ഞാനിത് പാത്രത്തോട്ട് മാറ്റുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.